ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു ചായയും നല്ലൊരു ഈവനിങ് സ്നാക്കും. അപ്പോൾ ഞാൻ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നല്ലോണം ഇതിനൊരു 3-4 തവണ ഒന്ന് കഴുകിയെടുക്കണം. ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് വേണം നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷം ഒന്ന് തിളപ്പിച്ചും കൂടെ എടുക്കണം. നമ്മൾ ഈ നന്നായിട്ട് കഴുകിയെടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കളാണ് കേട്ടോ, പച്ച കളർ പുഴുക്കൾ, തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴുന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് കഴുകി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വെള്ളം തിളപ്പിച്ച് നമുക്കതിലേക്ക് ഇതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 6-7 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അത് നമ്മൾ ഇട്ടതിന് ശേഷം ഒരു തിള വരുമല്ലോ, ആ ഒരു ബോയിൽ വരുന്ന സമയത്ത് നമുക്കിനി അതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഊറ്റി ഒന്ന് വയ്ക്കാം. ഒട്ടും വെള്ളമില്ലാതെ നമ്മളൊന്ന് എടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 85% കുക്കായിട്ടുണ്ട്. അങ്ങനെ തീരെ അങ്ങ് വേവിക്കാതെ എടുക്കുന്നില്ല, ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കുന്നില്ല. ജസ്റ്റ് ഒരു 6-7 മിനിറ്റ് മാത്രമേ നമ്മൾ തിളപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പൊടികളുണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഞാൻ ഇവിടെ കോൺഫ്ലോറും പിന്നെ അതുപോലെ തന്നെ മൈദാമാവും കടലമാവാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. മൈദ 2 ടേബിൾ സ്പൂൺ. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വെറും അരിപ്പൊടിയും കുറച്ച് കോൺഫ്ലോർ, അല്ലെങ്കിൽ അരിപ്പൊടിയും കടലമാവും മാത്രം വെച്ചിട്ടും ചെയ്യാം. ടേസ്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് തൊലിയോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം തൊലിയോട് കൂടി തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ച് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, നല്ല ഫ്ലേവർ കിട്ടും ആ ഒരു ഫ്രൈക്ക്. അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എരിവായി പോകും. അപ്പോൾ കാശ്മീരി ചില്ലി തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി വിനെഗർ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിരുന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചായ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചില്ലി വിനെഗറിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് ചേർത്താലും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി കൊണ്ട് ഒരുമിച്ചിടരുത്. നമ്മൾ നിറയെ ഇങ്ങനെ എണ്ണ എടുത്തിട്ട് അതിലിങ്ങനെ ചെറിയ ബാച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. നമ്മൾ ഇട്ട ഉടനെ ഇളക്കാനും പാടില്ല. ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ പരസ്പരം ഒട്ടി പിടിക്കാതെ ഒന്ന് വിട്ട് കിട്ടിക്കോളും. അപ്പോൾ ചായയും തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചായയുടെ റീലിടുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കൂടുതൽ വരുന്ന കമൻസാണ് ഏത് ചായപ്പൊടിയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് നമ്മളിവിടെ വീട്ടിൽ മെയിനായിട്ട് വാങ്ങിക്കുന്നത് താജ്മഹൽ ആ ഒരു ചായപ്പൊടിയാണ്. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ റോസാപ്പൂ ഇട്ടിട്ടുള്ള ഒരു തേയിലപ്പൊടിയുണ്ട്, അല്ലാതെ നോർമൽ തേയിലപ്പൊടിയുണ്ട്. അങ്ങനെ ഇട്ട് ഞാൻ വാങ്ങിക്കുന്നത്. രണ്ടും മാറി അങ്ങനെ വാങ്ങിക്കും. അപ്പോൾ ഇതാ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തെ ഞാൻ ഇതിലേക്ക് നല്ല ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും ഇതിന്. അപ്പോൾ ഇത് എന്തായാലും ഇതൊന്ന് റെഡി ആവട്ടെ, ഒന്ന് മുരിഞ്ഞ് വരട്ടെ. പുറം ഭാഗത്തൊരു കളറായി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, തീരെ ലോ ഫ്ലെയിം ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളിത് വേവിച്ചതാണ്. പിന്നെ ഒരു പുറം ഭാഗത്തുള്ള ഒരു മാവിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ, അതൊന്ന് മുരിഞ്ഞ് വരണം, അത്ര മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതാ ഒരു ബാച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി നമുക്കൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് വയ്ക്കാം. അപ്പോൾ എക്സ്ട്രാ ഓയിലുണ്ടെങ്കിൽ ആ പേപ്പർ ഒന്ന് വലിച്ചെടുത്തോളൂ. അപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇട്ടത് ഞാൻ കാണിക്കാത്തതാണ്. ചായ ഞാൻ ഒന്ന് ഫിൽറ്റർ ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തണുത്താലും ഓക്കെയാണ്, പക്ഷേ എങ്കിലും ചൂടോട് കൂടി കഴിക്കുമ്പം ആ ഒരു മുരുമുര എന്നുള്ളൊരു ഇത് കിട്ടും. പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് നല്ലതാണല്ലോ ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കെച്ചപ്പം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ചൂട് കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ ഇതാ ചായ കൂട്ടിയിട്ട് വൈകിട്ടത്തെ ഈവനിങ് ടീ ടൈം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ടൊക്കെ ചെയ്യണേ. നമ്മൾ ഭയങ്കര ലോങ് വീഡിയോ എന്നല്ല ഇടുന്നത്. ഒരു കൂടിപ്പോയി ഒരു 5 മിനിറ്റ്, ഏകദേശം പിന്നെയും കൂടിപ്പോയി ഒരു 10-13 മിനിറ്റുള്ള വീഡിയോ മാത്രമാണ് ഞാൻ ഇട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.